ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് കോളിഫ്ലവർ ഫ്രൈ ആണ്. തട്ടുകട രീതിയിൽ എങ്ങനെ ഇത്ര ക്രിസ്പി ആയിട്ടും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടും കോളിഫ്ലവർ എങ്ങനെ പൊരിച്ചെടുക്കാമെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാനിവിടെ ഒരു കോളിഫ്ലവർ ആണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. കോളിഫ്ലവർ ഇവിടെ നന്നായിട്ട് ഞാൻ കഴുകിയെടുത്ത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ കോളിഫ്ലവറിലേക്ക് ആവശ്യത്തിനുള്ള തണുത്ത വെള്ളം ഒഴിക്കാം. നമുക്ക് കോളിഫ്ലവർ ക്രിസ്പിയാക്കി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ തണുത്ത വെള്ളത്തിൽ കഴുകിയെടുത്ത് തണുത്ത വെള്ളം ഒഴിച്ചെടുക്കുന്നത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കോളിഫ്ലവറിലൊന്ന് ഉപ്പ് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ്. വിനാഗിരി കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് കുതിർത്തിയെടുത്താൽ മാത്രമേ നമുക്ക് നമ്മുടെ കോളിഫ്ലവർ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടത്തുള്ളൂ. ഇപ്പോൾ വിനാഗിരിയൊക്കെ ഒഴിച്ച് ഞാൻ 1 മണിക്കൂർ നേരം ഒന്ന് കുതിർത്തിയെടുത്തതാണ്. മാക്സിമം 1.5 മണിക്കൂർ നേരമെങ്കിലും കുതിർത്തിയെടുക്കുക. അതിനുശേഷം നമുക്കതിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ തയ്യാറാക്കാം. ബാറ്റർ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി. അത് രണ്ടും ഞാനിതാ ഇപ്പോൾ ഇത് ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇത് എരിവുള്ള മുളക് പൊടിയാണ്. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. നല്ലൊരു കളറ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഫ്രൈക്ക് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ നാരങ്ങാ നീരും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. നമുക്ക് ഈ ബാറ്ററിൽ നമ്മുടെ കോളിഫ്ലവർ ഇട്ട് പൊരിച്ചെടുക്കാനുള്ളതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും ചേർത്ത് ഞാനിവിടെ നന്നാക്കി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളവും ചേർത്തിട്ട് നന്നാക്കി ഒന്ന് ബാറ്റർ തയ്യാറാക്കാം. വെള്ളം ചേർക്കുമ്പോൾ കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്തിട്ട് നമുക്ക് ബാറ്റർ തയ്യാറാക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ബാറ്റർ ലൂസായി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഞാനിവിടെ ബാറ്റർ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കഴുകിയിട്ട് നമ്മൾ വിനാഗിരിയൊക്കെ ചേർത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ നന്നായി ഊറ്റിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബാറ്റർ നമ്മുടെ കോളിഫ്ലവറിൽ പിടിക്കത്തക്ക വിധത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്കിതൊരു 10 മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ആവശ്യത്തിനുള്ള വെജിറ്റബിൾ ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിവിടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കോളിഫ്ലവർ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് കോളിഫ്ലവർ ഇപ്പോൾ 2 ബാച്ചാക്കി ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇട്ട ഉടനെ തന്നെ ഇളക്കി കൊടുക്കരുത്. ഒരു 1 മിനിറ്റ് നേരമൊക്കെ ഒന്ന് ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് മെല്ലെ ഇളക്കി കൊടുത്താൽ മതി. കോളിഫ്ലവർ നമുക്ക് തിളപ്പിച്ചെടുത്തിട്ടും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ അതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ തട്ടുകട സ്റ്റൈലിൽ നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ ഈ രീതിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കോളിഫ്ലവർ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ ബാച്ച് കോളിഫ്ലവറൊക്കെ നന്നായിട്ടൊന്ന് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിൽ നിന്നൊന്ന് കോരിയെടുക്കാം. ഇതുപോലെ കോളിഫ്ലവർ തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, അത് സ്നാക്സ് ആയിട്ട് കൂടി കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. നമ്മുടെ നെയ്ച്ചോറിൻ്റെയും ബിരിയാണിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ കോളിഫ്ലവർ ഫ്രൈ. നന്നായിട്ട് ക്രിസ്പി ആയിട്ട് നിൽക്കുകയും ചെയ്യും. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്നതുമാണ് ഇങ്ങനെ കോളിഫ്ലവർ ഫ്രൈ ആക്കി എടുക്കുമ്പോൾ. ഇപ്പോൾ ഞാൻ ആദ്യത്തെ കോളിഫ്ലവറൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ള കോളിഫ്ലവറും കൂടി നമുക്ക് പൊരിച്ചെടുക്കാം. ചൂടായിട്ട് നന്നായിട്ട് കോളിഫ്ലവർ ഒന്ന് മുരിഞ്ഞിട്ട് വരുമ്പോൾ നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് അത് വെന്ത് വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ബാക്കിയുള്ള കോളിഫ്ലവറും ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ് ഇത്, വളരെ ക്രിസ്പിയാണ്. നമ്മൾ ഒരു തവണ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് ഇങ്ങനെ തന്നെ നമ്മൾ കോളിഫ്ലവർ ഫ്രൈ ചെയ്യുള്ളൂ. ഇനി കുറച്ച് കറിവേപ്പില കൂടി ഞാൻ അതേ ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്.
അതും കൂടി നമ്മളിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഫ്രൈൻ്റെ മേലേക്ക് നമുക്ക് ഇതുകൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതാ ഒരു സേവിങ് ബൗളിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമ്മുടെ ടേസ്റ്റിയും ക്രിസ്പി ആയിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. കോളിഫ്ലവർ ഈ രീതിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്